ദുബായിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള വിമാനം അനിശ്ചിതമായി വൈകുകയാണ്. രാവിലെ 6:05 പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇതുവരെ പുറപ്പെട്ടിട്ടില്ല. സ്ത്രീകളും കുട്ടികളും അടക്കം 180ഓളം യാത്രക്കാർ ഇപ്പോൾ ദുരിതത്തിലാണ്. എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് വൈകുന്നത് എന്താണ് അതിന് നൽകുന്ന വിശദീകരണം? ക്രിസ്മസ് സമയത്ത് നാട്ടിലെത്താനുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകുമല്ലേ? തീർച്ചയായും സ്ത്രീകളും കുട്ടികളും അടക്കം 150ഓളം യാത്രക്കാരാണ് ദുബായ് വിമാനത്താവളത്തിലുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ വിമാനം പുറപ്പെടും എന്നാണ്. ഇന്ന് രാവിലെ UAE സമയം 6:05 ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. ഇത് പ്രകാരം ഏകദേശം 4 മണിയോടെ തന്നെ യാത്രക്കാർ, ഏകദേശം 150ഓളം യാത്രക്കാർ വിമാനത്താവളത്തിലെത്തി. എന്നാൽ ഇവർ വിമാനത്താവളത്തിൽ എത്തിയതിനു ശേഷമാണ് വിമാനം വൈകും എന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അറിയിക്കുന്നത്. ഇത് പ്രകാരം ഈ യാത്രക്കാർ വിമാനത്താവളത്തിനുള്ളിൽ തന്നെ തുടരുകയായിരുന്നു. പക്ഷെ പിന്നീടും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വിശദീകരണം യാത്രക്കാർക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് നൽകിയില്ല. എന്നാൽ പിന്നീടാണ് ഇവർ മോശം കാലാവസ്ഥയെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം റാസൽ കൈമയിൽ ഇറക്കി. ആ വിമാനമാണ് ഇനി തിരുവനന്തപുരത്തേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഈ കാലതാമസം വരുന്നത് എന്നൊരു വിശദീകരണമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഏറ്റവും ഒടുവിൽ യാത്രക്കാരെ അറിയിച്ചത്. എന്നാൽ അല്പം മുമ്പ് യാത്രക്കാരെ അറിയിച്ചിരിക്കുന്നത് വിമാനം ഇനി അധികം വൈകാതെ തന്നെ ദുബായിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും മണിക്കൂറുകളായി വലിയ ദുരിത ജീവിതമാണ് ഈ 150ഓളം യാത്രക്കാർ, സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള 150ഓളം യാത്രക്കാർ അനുഭവിച്ചത്. ശരി, 150 യാത്രക്കാരുണ്ട്. ഏതായാലും വൈകിയ വിമാനം അല്പസമയത്തിനകം പുറപ്പെടുമെന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഉറപ്പെന്ന് രഞ്ജിത്ത് ദുബായിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു.